ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. വീണ്ടും ഈ കാസർഗോഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ട്രേഡിങ് എങ്ങനെ പോകുന്നുണ്ട് ഗായ്സ്? ഞാൻ എപ്പം പറയാറുള്ള പോലെ വീണ്ടും ഞാൻ നിഫ്റ്റിയിൽ തന്നെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇന്നും ഞാൻ പറയാറുള്ള സംഭവം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് ആണിത്. സോ നിഫ്റ്റിയുടെ VWAP ഞാനിവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. വേറൊരു ഇൻഡിക്കേറ്റർ ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് പ്രൈസ് ലോ ഒക്കെ എവിടെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ ഇവിടെ പ്രൈസ് ഫസ്റ്റ് നല്ലൊരു ഹയർ ഹൈ വെച്ചിട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടുണ്ടായിരുന്നു. 25,944 എന്നുള്ള റേഞ്ച് വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രൈസ് എൻട്രി തരാൻ വേണ്ടിയിട്ട്, അതായത് VWAPൻ്റെ താഴെ വരെ വന്നു. അതും ഏത് ലെവലാണ് വന്നിട്ടുള്ളത്? സോറി ഗൈസ്, ഞാൻ VWAP ഒന്ന് ഓഫ് ആക്കുവാണ്. ഹൈയിൽ നിന്ന് ഈ ലോ വരെ ഞാൻ ഫിബ് റിട്രേസ്മെൻറ്റ് വരയ്ക്കുന്നു. 0.236 റേഞ്ചും കൂടിയുണ്ട്, VWAPൻ്റെ താഴെയും കൂടിയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? സോ ഈ ഒരു റേഞ്ച് നമ്മുടെ ഗോൾഡൻ സോണാണ്. ഈ ഒരു റേഞ്ചിൻ്റെ അടുത്തായിരിക്കണം നിങ്ങളുടെ എൻട്രി. പിന്നെ സ്റ്റോപ്പ് ലോസും, അതായത് ഇപ്പം പ്രൈസ് ഈ സമയം നോക്കിക്കോളൂ, 10:35-40 സമയത്ത് നിങ്ങൾക്ക് പ്രീമിയം ചാർട്ട്സും കൂടി ഞാൻ കാണിച്ചു തരാം. 10:40 റേഞ്ച്. ഓക്കെ, സോ 0.236 റേഞ്ചും കൂടി വന്നു, VWAPൻ്റെ താഴെയും കൂടിയാണ്. എനിക്കിനി അപ് ട്രെൻഡ് കണ്ടിന്യൂ പോകണം. സോ ഇത് ബയേഴ്സിന് എൻട്രിക്ക് വേണ്ടിയിട്ടാണ് പ്രൈസ് താഴേക്ക് വന്നത്. സോ ആ ഒരു എൻട്രി നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞു ഗൈസ്. സോ നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ പറ്റും. ലോങ് സൈഡ് എൻട്രി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസ്ക് റിവാർഡാണിത്. എത്ര പെർസെൻറ്റേജ്? 2.6, 1:2.5 റിസ്ക് റിവാർഡാണ്. സോ പ്രീമിയം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 25,950യുടെ കോൾ ഓപ്ഷൻ ഇപ്പോൾ ഞാൻ വെറുതെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. സോ ഇവിടെ കണ്ടോ, 138 ഹൈയിൽ നിന്ന് ലോ വരെ ഞാൻ ഫിബ് റിട്രേസ്മെൻറ്റ് വരച്ചു. നമ്മുടെ ഒരു സോണുണ്ട് 0.236, ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു. 10:40 സമയമല്ലേ നമ്മൾ പറഞ്ഞത്. ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ എൻട്രി എടുത്താലും, ഇവിടുന്ന് നിങ്ങൾ എൻട്രി എടുത്താലും മോശമില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിനുള്ള സ്റ്റോപ്പ് ലോസ് പക്ഷേ ടാർഗറ്റ് അതിനേക്കാൾ ഹൈ ആയിരിക്കണം. അതായത് റിസ്ക് റിവാർഡ് ഏറ്റവും കൂടുതൽ എന്താണ് ഇതായി റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ആക്കുക. ഒരു 10% ലോസും ഒരു 30% ടാർഗറ്റും വെച്ച് 1:4.5 ഒക്കെ മിനിമം പോയിട്ടുണ്ട്. സോ ഇത് നിഫ്റ്റിയുടെ കേസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ 40% ഒക്കെ മിനിമം പോയിട്ടുണ്ട്. ഇത് 25,800ൻ്റെ കോൾ ഓപ്ഷൻ നോക്കണോ, 850ൻ്റെ കോൾ ഓപ്ഷൻ നോക്കാം. ഹൈയിൽ നിന്ന് 0.236 റേഞ്ച് ഇവിടെ നിന്നുള്ള എൻട്രി. എത്ര വരെ പോയിട്ടുണ്ട്? 30% മിനിമം പോയിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, നിഫ്റ്റിയുടെ കേസിൽ ഇത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റിയിലും കൂടി ഇത് കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് എടുക്കുക ഫസ്റ്റ്. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ നിങ്ങൾക്ക് VWAPൻ്റെ താഴെ നല്ല വലിങ്ങനെ വന്നിട്ടില്ല, പക്ഷെ എന്നാലും അത് ടച്ച് ചെയ്യാണ്ട് പോയിട്ടില്ല. നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് മോർണിംഗ് തന്നെയാണ് ടച്ച് ചെയ്തത്. കോൾ സൈഡാണ് എൻട്രി. ഓക്കെ,
ഒരു വൺ സൈഡഡ് റാലി ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടത്. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, അതാ ഒരു ഹൈയിൽ നിന്ന് വേറൊരു ഹൈയിൽ നിന്ന് ഒരു ലോ. പ്രീവിയസ്ലി നമ്മൾ വരയ്ക്കുന്നില്ല, അതിന് മുന്നിലുള്ള ലോ വരയ്ക്കുന്നുണ്ട്. 0.236 ഇതിൽ